കന്യാകുമാരി മുതൽ തിരുവനന്തപുരത്തെ അവസാന ബീച്ച് വരെ പോകണമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ചില കാരണങ്ങളാൽ കന്യാകുമാരി ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് യാത്ര മണക്കുടി ഉപ്പളം മുതൽ ആരംഭിക്കുകയാണ്. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ നിഷ. വെൽക്കം ടു ട്രൈറ്റ് ഫാം. ആദ്യം തന്നെ മണക്കുടി ഉപ്പളത്തിലേക്ക് പോകാം. കന്യാകുമാരിയിൽ നിന്ന് 9 കിലോമീറ്റർ ദൂരമുണ്ട്. തീരദേശ റോഡിലൂടെ യാത്ര ചെയ്താൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളും കൂടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കടൽ കാഴ്ചകളും കണ്ട് യാത്ര ചെയ്യാം. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഉപ്പും അതെങ്ങനെ ലഭിക്കുന്നു എന്നും അടുത്തറിയാൻ സാധിക്കും. രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ സൊത്തവളൈ ബീച്ച് 4 കിലോമീറ്റർ ദൈർഘ്യമുള്ളതും നല്ല വൃത്തിയുള്ളതും അതിലുപരി ഭംഗിയുള്ളതും അധികം ആർക്കും അറിയാത്തതുമായ ഒരു ബീച്ച്. ഇവിടെ ബീച്ചിന്റെ മൊത്തം വ്യൂ കാണാൻ വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഡെസ്റ്റിനേഷനായ ശംഖുതുറൈ ബീച്ചിൽ പോകുന്ന വഴിയിൽ ടെട്രോപോഡുകൾ നിർമ്മിക്കുന്നത് കാണാം. കടലാക്രമണം കുറയ്ക്കാനും തീരം സംരക്ഷിക്കാനുമായി സ്ഥാപിച്ചിരിക്കുന്ന പ്രത്യേക രൂപത്തിലുള്ള കോൺക്രീറ്റ് ഘടനകളാണ് ടെട്രോപോഡുകൾ. അടുത്തുതന്നെ റെസ്റ്റോറന്റും ഉള്ള ഒരു ബീച്ചാണ്. വലിയ ശംഖിന്റെ രൂപമാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത. നാലാമത്തെ ഡെസ്റ്റിനേഷനായ ലെമൂർ ബീച്ച്. കടലിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഇവിടത്തെ കാഴ്ച അടിപൊളിയാണ്. ഇവിടത്തെ ഭംഗി കാരണം കടലിൽ ഇറങ്ങി ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ബീച്ചും ഫാമിലിയായി സേഫായി പോയി കാണാവുന്ന ബീച്ചുകളാണ്. ഈ ബീച്ചിന്റെ എല്ലാ ഫുൾ വീഡിയോ ബീച്ച് സീരീസ് പ്ലേലിസ്റ്റ് ആയി മുകളിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.